ഹലോ, അങ്ങനെ ഞാനൊരു ഈസി റെസിപ്പിയായി വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് പാലപ്പം, അഥവാ നമ്മുടെ പാലക്കാട് സൈഡൊക്കെ ആപ്പം എന്ന് പറയും. ഇത് ഈസി എന്ന് പറയാൻ കാരണം ഒരുപാട് വട്ടം എനിക്ക് ഫ്ലോപ്പായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അരപ്പ് ശരിയാവാതെ, അതായത് കപ്പി കാച്ചൽ ശരിയാവാതെ, തലേ ദിവസം അരച്ച് വയ്ക്കുമ്പോൾ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് പുളിച്ച് പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരി. ഇപ്പം ഞാൻ നോർമലി നമ്മുടെ വീട്ടിലെല്ലാവർക്കും കാണുന്ന പോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ കപ്പിൽ മെഷർമെൻ്റ് ആണെങ്കിൽ 250 ml കപ്പാണ് കേട്ടോ. അതിലൊരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാദാ പച്ചരി, ഇഡ്ഡലി പൊന്നി അതൊന്നുമല്ല, സാദാ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കണേ. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ നന്നായി ഇതിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തലേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. രാത്രി തലേ ദിവസം ചെയ്യുന്നതാണ്. പിറ്റേ ദിവസം രാവിലേക്ക് അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കാനുള്ളതാണ്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്ന തേങ്ങ ചിരകിയതാണ്. അളവെന്ന് പറയുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ ഏത് കപ്പിലാണോ അരിയെടുത്ത് അതിൻ്റെ പകുതി കപ്പ് അല്ലെങ്കിൽ പകുതി ഗ്ലാസ് തേങ്ങ. അതിലേക്ക് ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത് ഈസ്റ്റാണ്. 1/2 ടീസ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്ന ഈസ്റ്റ്. ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടി ഇടണം നമുക്ക്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ശരിക്കും 2 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് കഴിക്കുന്നൊരു ടേസ്റ്റ് വരില്ലേ, മധുരം, അത് ആ ഒരു ടേസ്റ്റ് വരും. ഇതിപ്പോൾ ഇവിടെ ആർക്കും മധുരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 3 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അടുത്തതായിട്ട് ചോറ്, അതിപ്പോൾ വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല. ഇത് മട്ടരിച്ചോറാണ് കേട്ടോ. അതിൻ്റെ അളവെന്ന് പറയുന്നത് പകുതി ഗ്ലാസ് തന്നെയാണ്. ഇനി നമ്മളിത് രാത്രിയാണ് ഇട്ട് വയ്ക്കുന്നതിൽ അരിയും ചോറും എല്ലാം കുതിർക്കാനായിട്ട് അത് സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് വെക്കുകയാണ്. വേറെ വെള്ളം ഒന്നും എടുക്കുന്നില്ല. ഇതോടുകൂടി വേണം നമുക്ക് നാളെ രാവിലെ അരച്ച് ചൂടാനായിട്ട്. വേറെ വെള്ളം ഒന്നും ഒഴിക്കരുത്. കറക്റ്റ് അളവാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതിലേക്ക് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് തരിയില്ലാതെ അരച്ചെടുക്കണം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കാം. ചുരുങ്ങിയതൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ശേഷം നമുക്ക് ചൂടാം. ഞാനിത് ഇപ്പോൾ ഇങ്ങനെ അരച്ച ശേഷം അടച്ചു വയ്ക്കാൻ പോവുകയാണ്. കറി ഉണ്ടാക്കിയ ശേഷം ഞാൻ അപ്പം ചുട്ടെടുക്കുന്നുള്ളൂ. ഇനി നോക്കൂ, മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഞാനൊരു അരമണിക്കൂർ എൻ്റെ ഈ കറി വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് അപ്പം ചൂടാൻ പോവാണ്. കല്ല് വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഫോണും ഈ മാവ് ഒഴിക്കലും നടപടിയാവുന്നില്ല. ഞാൻ ഹെൽപ്പിന് മമ്മീനെയും കൂടി വിളിച്ചിട്ടുണ്ട്. മാവിൻ്റെ ആ ലൂസ് പരുവെല്ലാം കറക്റ്റാണ്. 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത്. നല്ല ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസിയാണ്. കപ്പി കാച്ചേണ്ട ആവശ്യമില്ല. തലേ ദിവസം തന്നെ അരച്ച് പുളിപ്പ് കറക്റ്റാവണം, ആ പ്രശ്നങ്ങൾ അതൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മാവുകളെല്ലാം ഞങ്ങൾ
ചുട്ടെടുക്കാൻ പോവാണ്.